കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് കടിഞ്ഞാൺ നഷ്ടപ്പെട്ട സിവിൽ സർവീസ്. നമ്മൾ ഈ IAS-കാരെയും IPS-കാരെയും IFS-കാരെയൊക്കെ കാണുന്നത് നമ്മളെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ഒരു നന്നായി പഠിക്കുന്ന ഒരാളുടെ സ്വപ്നം സിവിൽ സർവീസാണ്. അപ്പോൾ ഒരു സിവിൽ സർവീസ് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ഒരു ഉദ്യോഗസ്ഥ പദവിയാണ്. അതിന് കുറച്ച് അച്ചടക്കവും അവരുടെ പെരുമാറ്റവും അവരുടെ എല്ലാ അർത്ഥത്തിലും അവർ ഒരു മാതൃകയായി പ്രവർത്തിക്കുന്നവരായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്കറിയാം, പ്രഗത്ഭരായിട്ടുള്ള ഒത്തിരി IAS IPS-കാർ കടന്നു പോയിട്ടുണ്ട് കേരളത്തിലൂടെ. എന്നാൽ ഇന്ന് സിവിൽ സർവീസിൻ്റെ സ്ഥിതി എന്ത്? പാരവെപ്പിൻ്റെയും തുറന്ന പോരിൻ്റെയും വേദിയായി സിവിൽ സർവീസ് മാറുന്നു. എന്തുകൊണ്ട്? ചിലരൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ചിലരെ നേരത്തെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്ന് ഭരണാധികാരികൾ തിരിച്ചറിയുന്നു, അകറ്റി നിർത്തുന്നു. സിവിൽ സർവീസുകാരും സിവിൽ സർവീസിലെ IAS IPS-കാർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടം പുറം ലോകം അറിയാൻ തുടങ്ങിയിരിക്കുന്നു. അത് നമ്മളെ ഭരണ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലെ ഏറ്റവും ഉയർന്ന സംവിധാനത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു മൂല്യച്യുതി എങ്ങനെ സംഭവിക്കുന്നു? ഏത് IAS-കാരനും IPS-കാരനും ഭരണം എത്ര മാറിയാലും അവർക്കൊരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടുകൾ മാറുന്നുണ്ടോ? ഇവർ എങ്ങോട്ടാണ് പോകുന്നത്? വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം നേർരേഖ ചർച്ച ചെയ്യുകയാണ്. പ്രഗത്ഭരായ 3 മാധ്യമപ്രവർത്തകരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് അവരെ നേർരേഖ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അവർ ഏതാണ്ട് പതിറ്റാണ്ടുകളായി കേരളത്തിലെ മാധ്യമ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നവരാണ്. അവർ ഈ ഇത്തരം ഉദ്യോഗസ്ഥ തലങ്ങളിലൊക്കെ വാർത്തകൾ ശേഖരിക്കുന്നതുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നതാണ്. ഒരാൾ ഭരണ സ്ഥിരാ കേന്ദ്രത്ത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായി ദീർഘകാലം ഉണ്ടായിരുന്ന ആളാണ്. ഒന്ന് K. ബാലകൃഷ്ണൻ, അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്നു. ദിനകരൻ കൊമ്പിലാത്ത്, അദ്ദേഹവും സീനിയർ ജേർണലിസ്റ്റാണ്. A. ദാമോദരൻ, അദ്ദേഹവും മുതിർന്ന മാധ്യമപ്രവർത്തകൻ. 3 പേർക്കും നേർരേഖയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ K. ബാലകൃഷ്ണൻ നിന്ന് തന്നെ തുടങ്ങാം. ശ്രീ ബാലകൃഷ്ണൻ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മുമ്പൊക്കെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ നമുക്കൊരു മാതൃകയായിട്ട് അവർ കാണുന്നത്. അവരുടെ സംസാരം, അവർ സംസാരിക്കുന്നത് തന്നെ അളന്ന് തൂക്കിയായിരിക്കും. ഓരോ ഫയലുകൾ പഠിച്ചും അത്രയേറെ പരിശീലനം കിട്ടി തലപ്പത്തെത്തുന്നവരാണ്. ഇന്നത്തെ ഒരു സിവിൽ സർവീസിൻ്റെ ഒരു അവസ്ഥ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഈ പറയുന്ന കടിഞ്ഞാൺ നഷ്ടപ്പെട്ട എന്ന് പറയുന്നതിനകത്തൊരു വസ്തുതയില്ല. കാരണം IAS സിവിൽ സർവീസിനെ സംബന്ധിച്ചാൽ വളരെ പണ്ട് മുതൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം അതൊരു വിശുദ്ധ പശു എന്നാണ് പറയുക. സിവിൽ സർവീസിൻ്റെ പശു പഴയ ഇത് അവർ സിവിൽ സർവീസിൽ എത്തുന്നവർ വിദ്യാഭ്യാസത്തിൽ വളരെയധികം ശോഭിച്ച് നല്ല മാർക്ക് വാങ്ങി പരീക്ഷ പാസ്സായി ഇതാണ്. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ ഇവർ പറയും രാഷ്ട്രീയ നേതാക്കളാണ് മന്ത്രിമാരാകുന്നത്. രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും സിവിൽ സർവീസും. രാഷ്ട്രീയ നേതൃത്വം പലപ്പോഴും വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളായിരിക്കും. പക്ഷേ അവർക്ക് ജനങ്ങളിൽ നിന്നുള്ളൊരു വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം. അത് ഒരുപക്ഷെ പലപ്പോഴും ഒരു ഉദാഹരണത്തിന് കണ്ണൂരിലൊരു SP ജില്ലാ പോലീസ് സൂപ്രണ്ടായിട്ട് ഉണ്ടായിരുന്ന അലക്സാണ്ടർ ജേക്കബിനെ കുറിച്ച് നായനാർ മുഖ്യമന്ത്രിയെ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. പത്രക്കാരോട് പറഞ്ഞു, ഇദ്ദേഹം ഭയങ്കര പഠിത്തമാണ് കേട്ടോ, പക്ഷേ സംഗതി പണിയറിയില്ല. അപ്പോൾ അങ്ങനെ പറയും, തമാശ പറയുന്നതാണ്. പക്ഷേ സിവിൽ സർവീസ് ഇപ്പോഴും ഇവിടെ ഈ ചർച്ച നടത്താൻ താങ്കൾ ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു, ജയതിലക് പ്രശാന്ത്, അജിത് കുമാർ, P. വിജയൻ, അതുപോലെ അജിത് കുമാർ, ശ്രീജിത്ത്, DGP തലത്തിൽ സൂപ്പർ DGP ഒക്കെ വരുന്നു. അതെ, അപ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പോൾ താങ്കൾ ഈ വിഷയം എടുക്കാൻ കാരണം. ഇത് ഇപ്പോഴുള്ളൊരു പുതിയ സംഭവമല്ല. ആദ്യം മുതൽ ഇപ്പോൾ നമ്മൾ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സിവിൽ സർവീസിൻ്റെ ആദ്യമായിട്ടൊരു സർവീസ് സ്റ്റോറി മലയാളത്തിൽ വരുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 80കളുടെ ആദ്യം മലയാറ്റൂർ രാമകൃഷ്ണൻ ഒരു സർവീസ് സ്റ്റോറി എഴുതി. IAS ഏറ്റവും വലിയ സീനിയർ ഉദ്യോഗസ്ഥ അദ്ദേഹം റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്ത സമയത്ത് അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണ്. ജയകുമാറുണ്ട്, അങ്ങനെ ഒത്തിരി പ്രഗത്ഭരായാലോ, വേണു. ഓക്കെ, അപ്പോൾ അദ്ദേഹം ആ മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മറ്റേ ആ ആദ്യ ഘട്ടത്തിലുള്ള നമ്മൾ ഈ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെന്ന ആ ഘട്ടത്തിലുള്ള ഒരു IAS-കാരനാണ്, സിവിൽ സർവീസുകാരനാണ്. അദ്ദേഹം യന്ത്രം എന്ന നോവലാണ് മലയാളത്തിൽ ഈ സിവിൽ സർവീസിൻ്റെ പറ്റിയുള്ള കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട നോവലാണ് യന്ത്രം. അതിൽ ബാലേന്ദ്രൻ എന്നുള്ള IAS-കാരനാണ്. ബാലേന്ദ്രൻ ഒരു ഡ്രൈവറായിട്ടുള്ള അച്ഛൻ, ഒരു വളരെ ചെറിയ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായിട്ടുള്ള ഒരാളുടെ മകനാണ് ബാലേന്ദ്രൻ. ആ ബാലേന്ദ്രൻ IAS ഉദ്യോഗസ്ഥനായി വരുന്നതും അദ്ദേഹത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ടൊരു നോവലാണ് യന്ത്രം. ആ യന്ത്രം വായിക്കുന്നവർക്കറിയാം സിവിൽ സർവീസിൻ്റെ ഉള്ളുകളികൾ എല്ലാ കാലത്തും കാരണം വളരെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്, വലിയ അധികാരമുണ്ട്.
പക്ഷെ അതിനകത്ത് ഈഗോ വലിയ രീതിയിൽ ഈഗോ വർക്ക് ചെയ്യും. ഈഗോ വർക്ക് ചെയ്യും. ഇതെല്ലാം നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസം കൂടുന്തോറും ലാളിത്യം വരേണ്ടതല്ലേ? നേടിയവർ ഈഗോയിലേക്ക് വരുന്നു എന്നുള്ളത്. അതെ, ഞാൻ പറയട്ടെ പൂർത്തിയാക്കട്ടെ. അപ്പോൾ അതിൽ ഈ യന്ത്രം എഴുതിയ അദ്ദേഹത്തെ കൊണ്ട് മാതൃഭൂമി അയച്ചപ്പോൾ ഇപ്പോൾ സിവിൽ സർവീസ് സ്റ്റോറി എഴുതിച്ചപ്പോൾ അന്ന് 10,000, 15,000, 20,000 കോപ്പിയുള്ള മാതൃഭൂമി 1,00,000 കോപ്പിയിലേക്ക് പോയി. വലിയ സംഭവമായി മാറി. കാരണം ആളുകൾക്ക് ഏറ്റവും താല്പര്യം സർവീസ് സ്റ്റോറി വായിക്കാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മലയാളം വാരികയിൽ നമ്മുടെ ഒരു IPS ഉദ്യോഗസ്ഥൻ 100 അധ്യായം. അതിനു മുമ്പ് കേരള ശബ്ദത്തിൽ നമ്മുടെ CP നായർ IAS, അദ്ദേഹം എഴുത്തുകാരൻ. CP നായർ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം എഴുതി 125 അക്കങ്ങൾ എഴുതി. കാരണം ഇതിനകത്ത് ഈ കാര്യങ്ങളിലൊക്കെ വായിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇത് എല്ലാ കാലത്തും ഈ രീതിയിലുള്ള ചെറിയ തർക്കങ്ങളുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഈ നവമാധ്യമങ്ങൾ വന്നതോടുകൂടി നേരത്തെയുള്ള സാങ്കേതികളത്തെ ആളുകൾ അധികം അറിയില്ല. ഇപ്പോൾ നവമാധ്യമങ്ങൾ വന്നതോടുകൂടി ആളുകൾക്ക് തോന്നും. ഇപ്പോൾ പ്രശാന്ത് IAS കാര്യം പറയാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥർ എത്രത്തോളം നല്ലതോ ചെയ്തതറിയില്ല. പക്ഷേ അദ്ദേഹം ഈ ഇടക്കിടക്ക് സാധാരണ അച്ചടക്കം വിട്ട് പ്രതികരിക്കുന്നതിനും തമാശയാണെന്നുള്ള രീതിയിൽ പറയുന്നതിനകത്തും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു അച്ചടക്കം ലംഘിക്കുന്ന ഒരാളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നത് ആകെ കൂടിയിട്ടുള്ള അച്ചടക്ക ലംഘനം എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഈ സിവിൽ സർവീസ് കടിഞ്ഞാൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അർത്ഥമില്ല. ഇപ്പോൾ ഈ നവമാധ്യമങ്ങൾ വന്നതോടുകൂടി ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ ഈഗോ വർക്ക് ചെയ്യുന്നു. പിന്നീട് ചില പ്രശ്നങ്ങൾ, അതായത് നമുക്കറിയാത്തൊരു കാര്യം കൂടി പറയാം. അറിയാത്തൊരു കാര്യം, ഉന്നത ഉദ്യോഗസ്ഥന്മാർ നമ്മൾ സാധാരണ പോലീസിൽ പറയാറുണ്ട്. പോലീസുകാർ SI ഹെഡ് കോൺസ്റ്റബിളിനെ ഇവരൊക്കെ തന്നെ ഒരു വളരെ നികൃഷ്ടമായ രീതിയിൽ പലപ്പോഴും അവരോട് പഴയ ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഇപ്പോൾ ഇത് ചീഫ് സെക്രട്ടറി ലെവലിലുള്ള ഉദ്യോഗസ്ഥനാണ് ജയതിലകിൻ്റെ ഏറ്റവും താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് പ്രശാന്ത്. അതിന് ചിലപ്പോൾ ഈ ഈഗോ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന രണ്ടാളും തമ്മിലുള്ള ഈഗോ വർക്ക് ചെയ്ത് ഒരു രാഷ്ട്രീയ കാര്യമോ മറ്റു കാരണമല്ല. രാഷ്ട്രീയം വന്നിട്ടുണ്ട് അതിനകത്ത്. ഏതായാലും തിരിച്ചു വരാം. ശ്രീ ബാലകൃഷ്ണൻ, എങ്ങനെയാ ദിനകര മുമ്പിലകത്ത് അച്ചടക്കം നഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? IPS കാരനായ നമ്മൾ കാണുന്നുണ്ട് പൂരം കലക്കുന്നതിൽ ആ വിഷയങ്ങളൊക്കെ വരുന്നത് IPS കാരൻ്റെ ഒരു കളികളാണ്. ഒരാൾ ADGP ആയിരിക്കുമ്പോൾ സൂപ്പർ DGP ആകുക, അദ്ദേഹം ഈ പണികൾക്കെല്ലാം കൂട്ടു നിൽക്കുക, വലിയ വിവാദമാകുക, ഒടുവിൽ അയാളെ സംരക്ഷിക്കപ്പെടുക. ഈ സിവിൽ സർവീസിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് ശരിക്കും? ഈ അച്ചടക്കം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം കേരളത്തിൽ 56 കേരള സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് 2 ഉയർന്ന IAS ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ. അപ്പോൾ ഈ സസ്പെൻഷൻ അങ്ങനെ ഇല്ലാത്തതാണ്, പക്ഷേ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ നിലവിൽ കുറ്റാരോപിതരായ 2 IAS ഉദ്യോഗസ്ഥന്മാരുടെ ചെയ്തികൾ പരിശോധിച്ചാൽ തന്നെ അതും വളരെ ഗുരുതരമാണ്. ഒന്ന് കെ ഗോപാലകൃഷ്ണൻ്റെ ആരോപണം അദ്ദേഹം വർഗീയ അടിസ്ഥാനത്തിൽ മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് രൂപീകരിക്കുക എന്നുള്ളത് ഒരു നമ്മുടെ സാധാരണ ഏറ്റവും താണ തരത്തിലുള്ള ഒരു സർക്കാർ കീഴിലുള്ള ഒരു സർക്കാർ ജീവനക്കാരൻ പോലും ചെയ്യാത്ത കാര്യമല്ല. മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ പോലും സസ്പെൻഷനിലായിട്ട് കേസിൽ പ്രതികളുമായിട്ട്. അപ്പോൾ ഇവർ ഓപ്പറേഷൻ ചെയ്തതെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഹിന്ദു ഗ്രൂപ്പ് എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, മല്ലു ഹിന്ദു. അത് പ്രശ്നമായപ്പോൾ മല്ലു മുസ്ലിം എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, മുസ്ലിം ഉണ്ടാക്കിയില്ല. അപ്പോൾ ഈ 2 ഗ്രൂപ്പും വലിയ ചർച്ച IASർക്കിടയിൽ തന്നെ വലിയ ചർച്ചയുണ്ടായി. അപ്പോൾ ഇത് അന്വേഷണം നടത്തി ചോദ്യമായപ്പോൾ അദ്ദേഹം വലിയൊരു കളവ് പറയാൻ പാടില്ലാത്തതാണ്. അതാരോ ഹൈക്ക് ചെയ്തുണ്ടാക്കിയാണ്. ഇതേപോലുള്ള 11 പ്രത്യേക ഗ്രൂപ്പുകളുണ്ട്, അതിനൊക്കെ അങ്ങനെയുണ്ട്, ഇതൊക്കെ ആരോ ഹൈക്ക് ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ അത് അന്വേഷിക്കേണ്ട. അവിടെ പോലീസ് അന്വേഷിച്ചു. ഈ ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ ചെയ്തി പോലീസ് അയാളൊക്കെ താഴെക്കടയിലെ പോലീസ് അന്വേഷിക്കുന്നു. അന്വേഷിച്ച ശേഷം അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഇത് ഇയാൾ തന്നെ. അതിനുശേഷമാണ് ഇയാൾക്ക് സസ്പെൻഷൻ ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഗുരുതരമായ കുറ്റം, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത കുറ്റം, ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു കുറ്റമാണ്. എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പണ്ട് ഗുജറാത്തിലും UPയിലൊക്കെ ഒരു പോലീസ് ഉണ്ടായിരുന്നു, PAC എന്ന് പറയുന്നത്, പ്രൊവിൻഷ്യൽ ആംഡ് കോൺസ്റ്റാബിളറി എന്ന് പറയുന്ന പോലീസാണ്. തികച്ചും വർഗീയത കാണിക്കുന്ന ഫാസിസ്റ്റ് പോലീസാണ്. അവർ ഒരുപാട് വർഗീയ കലാപങ്ങൾക്ക് ഉത്തരവാദികളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആശയപരമായ ഒരു ചേഞ്ചായിട്ടിത്. എന്തുകൊണ്ടാണ് ഇതിന് പ്രത്യേക ലക്ഷ്യമുണ്ട്, അത് പിന്നെ പറയാം. ഇത്തരം ആൾക്കാർ ഈ വർഗീയ അടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥന്മാർ ഈ രീതിയിലേക്ക് പോകുന്നതിന് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്.
അത് ജഡ്ജിമാർ പോകുന്നുണ്ട്, പിന്നെ ഉയർന്ന ന്യായാധിപന്മാർ പോകുന്നുണ്ട്. ഇപ്പം IAS ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ കുറവാണെങ്കിലും മറ്റു സ്ഥലത്ത് പോകുന്നുണ്ട്. അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ രണ്ടാമത്തെ ആൾ ഇതിപ്പോൾ ഗോപാലകൃഷ്ണനാണ്, പ്രശാന്ത് എനിക്കൊന്ന് പക്വതയില്ലാത്ത, അതായത് ഒരു പക്വതയില്ലാത്ത ഒരു IAS ഉദ്യോഗസ്ഥനാണ് തോന്നിയിട്ടുണ്ട്. അല്ല, ഈ പക്വതയില്ലാത്ത ആളാണോ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പോസ്റ്റിലെത്തിയത്? അതെ ആവാം, എത്താലോ നമ്മുടെ രാഷ്ട്രീയമല്ല പറഞ്ഞത്, പക്വതയില്ലാത്ത വ്യക്തി കേരളത്തിന്റെ ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്ന ആള് ഇത്രയും പക്വതയില്ലാത്ത ആൾ കൊണ്ട് പോസ്റ്റ് വെക്കും. ഇപ്പൊ പക്വതയില്ലെങ്കിൽ അന്നേരം തീരെ പക്വത ഉണ്ടാവില്ല. പക്ഷെ അന്ന് ഇതേപോലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടില്ല, അന്ന് ഇതേപോലെ വിവാദമായ സംഭവം ഉണ്ടായിട്ടില്ല. നമ്മൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല പറയാം. അപ്പോൾ ഇയാള് ഈ പ്രശാന്ത് മുമ്പേ തന്നെ ഒരു വനിതാ മാധ്യമപ്രവർത്തക, പത്രം ഞാൻ പറഞ്ഞില്ല, ആ മാധ്യമപ്രവർത്തകയായിട്ടുള്ള വാർത്താ സംബന്ധിച്ച സംഭാഷണത്തിൽ ഇഷ്ടമില്ലാത്ത ഇമോജി അയച്ച ശേഷം അത് വിവാദമായിട്ടുണ്ട്. അതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് മറ്റു പലർക്കും. അത് കോഴിക്കോട് കളക്ടറായിരിക്കുന്ന സമയത്താണോ? അതെ, ആ സമയത്ത് മാതൃഭൂമിയിലെ ഒരു ലേഖയാണ്. അപ്പോൾ അത് ഒരു പരാതി അവിടെ നിൽക്കട്ടെ, ആ കേസുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഇദ്ദേഹം നടപടി ഉണ്ടായപ്പോൾ, പ്രശാന്ത് നടപടി ഉണ്ടായപ്പോൾ ആ നടപടി അദ്ദേഹത്തെ സസ്പെൻഷൻ ഓർഡർ എന്ന് വെച്ചാൽ അത് ജയതിലക പോലുള്ള ഒരു സീനിയർ ഉദ്യോഗസ്ഥനെതിരെയുള്ള ഒരു പരാതിയാണ്. ഫേസ്ബുക്കിൽ വളരെ മോശപ്പെട്ട രീതിയിലും വളരെ പരിഹാസ രൂപേണയുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ട്, അത് IAS ഗ്രൂപ്പ് മുഴുവൻ ചിരിച്ചു തള്ളുന്നതാണ് ഇവർ തമ്മിലുള്ള ഇത്. ജയതിലക എഴുതിയിട്ടില്ല, ഇയാളാണ് അത്തരം പരാതികൾ പരിഹാസം. അതിനുശേഷം ഇദ്ദേഹത്തിന് അതും പരിശോധിച്ചപ്പോൾ കറക്റ്റാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹത്തിന് നടപടി ഉണ്ടാകുന്നത്. ഈ നടപടി അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സസ്പെൻഷൻ ഓർഡർ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ അത് കൂടിയെന്ന് മാധ്യമപ്രവർത്തകരോട് പ്രശാന്ത് പറയുന്നത്, എനിക്കൊരു വാറോല കിട്ടിയിട്ട് ആ വാറോല വാങ്ങി വരട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു പരിഹാസ രൂപയാണ്. തിരിച്ചു വരാം. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ ഏറ്റവും ലോബിലേക്ക് നമുക്കൊരു മാതൃകയാകേണ്ടവരാണ് IAS, സിവിൽ സർവീസ്, IAS, IPS അവർ ഏത് റേഞ്ചിലേക്കാണ് പോകുന്നത്? തീർച്ചയായിട്ടും ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും എന്നുള്ള രണ്ട് സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഭരണനിർവഹണവും എന്നുള്ളത്. ഇപ്പോൾ പിന്നെ ഞാനീയിടെ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചു, നമ്മുടെ ഏറ്റവും മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന TN ശേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടിങ് കഴിഞ്ഞ ദിവസം, ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് പിന്നെ ആർക്കും മനപ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന ബോധ്യമാണ് എൻ്റെ പിന്നെ ശിഷ്ടജീവിതത്തിന് എന്നെ സന്തുഷ്ടനാക്കുക എന്നുള്ള ഒരു പിന്നെ കോട്ടിങ് അദ്ദേഹം പറഞ്ഞതായിട്ട് വായിച്ചു. അങ്ങനെ ഒരു കോട്ടിങ് പറയാൻ, നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് IAS IPS രംഗത്ത് കേരളത്തിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. അജിത് കുമാർ ഉൾപ്പെടെ എല്ലാവരും ആ ഒരു കാര്യം പരിശോധിക്കേണ്ട, കാരണം അതൊരു വലിയൊരു വാക്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ ഒരു പിന്നെ IAS പ്രശാന്തിൻ്റെയും ഗോപാലകൃഷ്ണൻ്റെയും പ്രശ്നം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു പിന്നെ ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും തമ്മിലുള്ള ഒരു ശക്തമായ ഒരു അന്തർധാരയുടെ അന്തർധാര ഇവർ തമ്മിലുള്ള ഒരു അവിഹിത ബന്ധമുണ്ടല്ലോ. ഈ ഭരണതലത്തിലുള്ള പിന്നെ മന്ത്രിമാരടക്കമുള്ള ആളുകളും പിന്നെ ഈ പറഞ്ഞ IAS ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധത്തിന്റെ ഒരു അന്തർധാരയാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്ര ധൈര്യത്തിൽ പിന്നെ ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, നിരന്തരമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടിയിട്ട് ഇങ്ങനെ പിന്നെ പ്രസ്താവന ഇറക്കണമെങ്കിൽ അവർക്ക് എവിടെയോ ഒരു ധൈര്യമില്ലേ ഉണ്ടാവണം. അതെ, ഇപ്പൊ ഈ പറഞ്ഞ സസ്പെൻഷൻ പിന്നെ അധികാരം തുടരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ ഉണ്ടാവാൻ സാധ്യത. നിങ്ങളിപ്പോൾ പറഞ്ഞ മല്ലു ഹിന്ദു, മല്ലു മുസ്ലിം, 2 പോസ്റ്റാണ് ഇവരെ പുറത്താക്കാൻ കാരണം. ഞാൻ പിന്നെ ഉറച്ചു പറയുകയാണ്, മല്ലു മുസ്ലിം എന്ന് മാത്രമുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും സർവീസിൽ ഉണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. മല്ലു മുസ്ലിം ഹിന്ദു എന്ന പോസ്റ്റ് അദ്ദേഹം ഇട്ടിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോഴും സംരക്ഷിക്കപ്പെടുമായിരുന്നു. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. നമുക്ക് തിരിച്ചു കേവലകൃഷ്ണൻ, ഒരു ഭരണ സംവിധാനത്തിൽ ഒന്ന് കേരളത്തിൽ ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഭയങ്കര കരുത്തുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ് ഇത്ര ധൈര്യത്തിൽ IASകാരും IPSകാരും ഒരു നിലവാരമില്ലാത്ത രീതിയിൽ എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം അവർക്ക് കിട്ടിയിട്ടുള്ളത്.
അതിനെങ്ങനെ വിലയിരുത്തും? ദുർബലമായ ഒരു ഭരണ സംവിധാനമാണോ നിലവിൽ ഇവിടെ ഉള്ളത്? അത് നിങ്ങൾ പറയുന്നത് ഒരു കുഴപ്പം എന്താ വെച്ചാൽ ആകെ 1,200 IPS IAS 1,200 പേരുണ്ട്. അതിൽ ഒരു 4 ആൾ നമ്മളൊരു 3-4 ആൾക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് മൊത്തത്തിൽ IAS IPS 200 കോഴിക്ക് ഒരു കാടാന്ന് പറഞ്ഞ പോലെ 3.5 കോടി ജനങ്ങളിലാണ് 200 പേര് സിവിൽ സർവീസിലുള്ളത്. അല്ല അതെ. അപ്പോ ആ 200-ല് അല്ലെങ്കിൽ ഇപ്പോൾ 14 കലക്ടർമാരുണ്ടെങ്കിൽ ആ 14 കലക്ടർ ഏതെങ്കിലും ഒരു കലക്ടറുടെ ഒരു പ്രശ്നം എടുത്തിട്ട് നമ്മൾ ആ സംവിധാനം ആകെ തകർന്നു എന്നുള്ള രീതിയിലേക്കുള്ള നിഗമനത്തിൽ എത്തുന്നത് ശരിയല്ല. അത് ശരിയല്ല. കാരണം ഞാനൊരു ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിൽ 5 വർഷം പ്രവർത്തിച്ച ആളാണ്. പുറത്തും അപ്പോൾ IAS പറ്റി അറിയാം. IAS സാധാരണ മനുഷ്യരെ പോലെ സാധാരണ കക്ഷികളല്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ. അവർ പഠിച്ച് അവരെ കാലവും അവരെ പരിശീലന കാലവും അവരെ പഠനവും അവര് സാധാരണക്കാരെ പോലെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പോൾ അത് ഞാനിത് പറഞ്ഞു തരും. അപ്പോൾ അതൊരു സെക്രട്ടേറിയറ്റിലും ഉള്ള രീതിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു IAS പറയാം. ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു അനുഭവത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്ത സമയത്ത് ചീഫ് സെക്രട്ടറി അദ്ദേഹം മരിച്ചത്. അദ്ദേഹം മരിച്ചപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ആളറിയുള്ളൂ വീട്ടിൽ. ചീഫ് സെക്രട്ടറിയായിട്ടുള്ള ആൾ മരിച്ചപ്പോൾ കാരണം അദ്ദേഹം ഒരു പ്രത്യേക രീതി ജീവിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഉത്തരേന്ത്യയിലുള്ള ഒരാളായിരുന്നു. അദ്ദേഹം വീട്ടിൽ മരിച്ചു കിടക്കുക, അതുപോലും ആളറിയില്ല ചീഫ് സെക്രട്ടറി. മറ്റൊരു ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്ത് ഏതാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം അദ്ദേഹം വയലിൽ പിന്നെ വെള്ളം തിരിക്കുമല്ലോ കണ്ടത്. അവിടെ വീട് മരിച്ചു കിടക്കുന്ന രീതിയിൽ കണ്ടത്. പേര് ഓർക്കുന്നില്ല. ഇവരെ വളരെ അടുത്ത് ബന്ധമുള്ളവരായിരുന്നു. അപ്പോൾ ആൾക്കാർ IAS എന്നൊക്കെ പറഞ്ഞ ആൾ വലിയൊരു സംഭവമുണ്ട്, ഇതുപോലും ആളറിയില്ല. കാരണം അല്ലെങ്കിൽ അവിടെ ചെയ്തു. അപ്പോൾ ഇവരെല്ലാം ശരിക്കും സാധാരണ വ്യക്തികൾ തന്നെയാണ്. എല്ലാ IAS IPS സാധാരണ വ്യക്തികൾ. അവർക്ക് നമ്മളെപ്പോലുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർക്കും കാര്യങ്ങളുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ പറയുന്ന ഒരു പ്രത്യേകമായ 2 സംഭവങ്ങളും ഇപ്പോൾ ഇവിടെ പറഞ്ഞു. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയാം. ഇവിടുത്തെ ഹൈക്കോടതി കർണാടക ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഒരു ദിവസം ഒരു വനിതാ വക്കീൽ വാദിക്കുന്ന സമയത്ത് ആ വക്കീലിനെ കുറിച്ച് കുറച്ച് അശ്ലീല പരാമർശത്തിൽ ജഡ്ജി സംസാരിച്ചു. അതിനുശേഷം അതേ ജഡ്ജി തന്നെ ഒരു പ്രദേശത്ത് ബാംഗ്ലൂർ ഒരു പ്രദേശത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ പാകിസ്ഥാനിൽ എന്നുള്ള രീതിയിൽ വാക്ക് ഉപയോഗിച്ചു. ആ പാകിസ്ഥാനിലെ കൂടിയാണോ പോകേണ്ടത് എന്നുള്ള വഴി ഉപയോഗിച്ചു. അപ്പോൾ തന്നെ പിറ്റേ ദിവസം DY ചന്ദ്രയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് സുപ്രീം കോടതി പ്രത്യേകമായി ബെഞ്ച് ഉണ്ടാക്കി. ആ ബെഞ്ച് കൂടിയിട്ട് ഈ ജഡ്ജിയെ ശാസിച്ചു. ജഡ്ജി നിർഭയം ഖേദം മേടിച്ചു. ഒരു ജഡ്ജിയാണ്, ഒരു ജുഡീഷ്യൽ ഓഫീസറായ ഒരാളാണ് പറയുന്നത് ഇന്ത്യയിലുള്ള ബാംഗ്ലൂരെ ഒരു സ്ഥലത്തിന് പാകിസ്ഥാനിലെ പേര് പറയുന്നത്. അങ്ങനെ പറയുന്നതുകൊണ്ട് ഇന്ത്യയിലെ ജുഡീഷ്യറി ആകമാനം പോയി നമുക്ക് പറയാൻ പറ്റില്ല. ജുഡീഷ്യറിയുടെ ചില പുഴുക്കുത്ത് എന്ന് പറയും. ഇതിൽ പുഴുക്കുത്തുണ്ടായി. ആ പുഴുക്കുത്ത് പോലെ ഒരു ഈ പറഞ്ഞ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞു. ഇപ്പം ശ്രീ ദാമോദരൻ പറഞ്ഞത് ഈ പറയുന്ന ആള് മല്ലു മുസ്ലിം എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു നടപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സംസാരമാണ്. അങ്ങനെയല്ല, നമുക്കറിയാം നമ്മൾ കേരളം പോലത്തെ ഒരു സ്ഥലത്ത് അങ്ങനെയല്ല. ഇത്തരം സംഭവം ഉണ്ടായാൽ അത് അപ്പോൾ തന്നെ ആൾക്കാർ ശ്രദ്ധിക്കും. ഏത് മല്ലു പാർസിന്നോ മല്ലു വേറെ ജൂതാന്നോ മല്ലു ക്രിസ്ത്യൻ എന്നോ അങ്ങനെ എന്തുണ്ടായാലും. കാരണം ഇദ്ദേഹം 13 ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നുണ്ടാക്കിയപ്പോൾ ഒരു മാനസിക നിലവാരം അദ്ദേഹത്തെ പറ്റി കേൾക്കുന്നത് അദ്ദേഹത്തിന് ഡൽഹിയിൽ ഉള്ള ഒരു ജോലി കിട്ടണം. ജോലി അവിടത്തേക്ക് ഡെപ്യൂട്ടേഷൻ കിട്ടണം. അപ്പോൾ ഡൽഹി ഡെപ്യൂട്ടേഷൻ കിട്ടണമെങ്കിൽ 2 ഡെപ്യൂട്ടേഷൻ കിട്ടാൻ 2 തവണ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ട അദ്ദേഹം വിചാരിച്ചത് ഈ ഡൽഹിയിലുള്ള ആളുകളെ തൃപ്തിപ്പെടുത്തണം, ഇങ്ങനെ ഉണ്ടായാൽ തൃപ്തിപ്പെടുത്താൻ പറ്റും എന്നുള്ള ഇയാൾ അത് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് കൃത്യമായി പഠിച്ചു നോക്കുമ്പോൾ ദിനകരൻ പറഞ്ഞതുപോലെ അത് പോലീസ് മാത്രമല്ല പരിശോധിച്ചത്. അത് പോലീസ് പരിശോധിച്ച സൈബർ പോലീസ് മെറ്റയോട് ചോദിച്ചു. മെറ്റ പറഞ്ഞ് ഹാക്ക് ചെയ്തിട്ടില്ല. ഗൂഗിളോട് ചോദിച്ചു, അവർ ഹാക്ക് ചെയ്തിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറ്റിയിട്ടുള്ള പോലീസിനും പറ്റിയിട്ടുള്ള ചെറിയ 2 ദിവസം സൈബർ പോലീസ് ഇദ്ദേഹം പരാതി കൊടുക്കുന്നത് അദ്ദേഹമാണ്. എൻ്റെ ഫോണ് ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞാണ് പരാതി കൊടുക്കുന്നത്. ആ ഫോണിൽ നോക്കുമ്പോൾ ഇദ്ദേഹം 1 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫോണ് സൈബർ പോലീസ് കൈമാറും. കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തപ്പോൾ അപ്പോഴാണ് ഒരു പുതിയൊരു പ്രശ്നം വരുന്നത്. മെറ്റ പറഞ്ഞു, ഒരാൾ വേറെ ഹാക്ക് ചെയ്തിട്ട് വേറൊരാൾ ഉണ്ടാക്കുന്നൊരു ഡാറ്റ ആണെങ്കിൽ അത് ആ കയ്യിലൊരു ഫോണുള്ള ആൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഏതുപോലെയാ? പെഗസാസ് അല്ല, ഇസ്രായേലിലെ പെഗസാസ് ആണ് കേന്ദ്ര ഗവൺമെന്റ് പെഗസാസ് പറഞ്ഞ ഇന്ത്യയിലുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പത്രദീപന്മാരുടെയും ഫോണിൽ പെഗസാസിന്റെ ഒരു
പിന്നെ പ്രത്യേക എന്താ ഒരു പറയുക സംഭവം ഒരു ഇതുണ്ട് ഡാറ്റ ഇൻസ്റ്റാൾമെന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ കേസ് ഭയങ്കര സുപ്രീം കോടതി വലിയ ദീർഘകാലം നീട്ടുന്ന ഒരു വലിയ കേസാണ് എൻറാമിനടക്കമുള്ള ആൾക്കാർ അതുപോലെ പിന്നെ കേസ് കൊടുത്താണ്. എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഫോണിൽ KC വേണുഗോപാലിൻ്റെ ഫോണിൽ ഇവരുടെ ഫോണിലൊക്കെ ഒരു ഫോണിൽ ഒരാൾ വിളിക്കുന്നതോടുകൂടി ആ ഫോണിലൊരു സാധനം ഉണ്ടായി വരിക. അപ്പോൾ അങ്ങനെ ഉണ്ടായി വരുന്ന സംഗതി ഒരു സംഭവം. അപ്പോൾ ആ പെഗസാസ് പോലത്തെ ഒരു സംഭവത്തെ പറ്റി നമുക്ക് പറയാവുന്ന പോലെയുള്ള ഒരു സംഭവമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരു സംഭവം. അപ്പോൾ ഇദ്ദേഹം ഇതിന് ശേഷം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് ഒരു ഫോൺ കൂടിയുണ്ട്. ആ ഫോൺ അദ്ദേഹം 2 ദിവസം കഴിഞ്ഞ ശേഷം പോലീസ് പിടിച്ചെടുക്കുകയായത് പിടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് ചെറിയൊരു അദ്ദേഹത്തിൻ്റെ ജോലി കാര്യമായിരിക്കാം, പക്ഷെ അത് ചെയ്തത് കേരളത്തിലെ ജീവനക്കാരെ ക്രോഡീകരിക്കുക, മതപരമായി ക്രോഡീകരിക്കുക എന്നുള്ള വർഗീയമായി ക്രോഡീകരിക്കുക എന്നുള്ള പരിപാടിയാണ് അയാൾ ചെയ്തത്. വലിയ തെറ്റാണ്. ഒരാൾ കെട്ടി അങ്ങോട്ടാണ് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഡ് ചെയ്തതാണ്. അല്ല, അത് കേസ് ഉണ്ടാവും. ഇനിയിപ്പോൾ കേസ് വരുമല്ലോ, ഉറപ്പല്ലേ? കേസ് വരുന്നുള്ള രീതി ഉറപ്പാണ്. അതുപോലെ അതിനേക്കാളും പ്രശ്നം പ്രശാന്തിൻ്റെ കാര്യത്തിൽ ദിനകരൻ വളരെ വിശദീകരിച്ച് പറഞ്ഞു. പ്രശാന്തിൻ്റെ കാര്യത്തിൽ ഈ പ്രശാന്തിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത് സംഭവിച്ചാൽ അത് ചിലപ്പോൾ വ്യക്തിപരമായ ഒരു ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യേണ്ടതാണെന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം ഈ പറഞ്ഞ മെച്യൂരിറ്റി ഇല്ലായ്മ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഒരു IAS കഴിഞ്ഞിട്ട് ഒരാൾക്ക് മെച്യൂരിറ്റി വരുന്നില്ലെങ്കിൽ ഇനി എപ്പോഴും മെച്യൂരിറ്റി വരിക എന്നുള്ളതാണ് ഇന്റഗ്രിറ്റി. അല്ല, IAS നമ്മളിപ്പോൾ പറയാം, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താലും ഞങ്ങൾ പത്രപ്രവർത്തനം, പത്രത്തിൻ്റെ ഓഫീസിൽ ആയാലും ഏത് ഓഫീസിലായാലും അവിടെയുള്ള ആളുകൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സത്യത്തിൽ ഏത് ഒരു നമ്മൾ പറയുന്ന ഒരു 2 ആൾ കൂടി ഒരു ഭാര്യയും ഭർത്താവ് കൂടി തന്നെ അവിടുത്തെ വ്യത്യസ്ത താല്പര്യം കാണുന്നില്ല. അങ്ങനെ വ്യത്യസ്ത താല്പര്യം ഉണ്ടാവും. ആ വ്യത്യസ്ത താല്പര്യം ഉണ്ടായിട്ട് ഏറ്റുമുട്ടലുണ്ടാവും. അപ്പം ഇപ്പോഴെന്താ വെച്ചാൽ ഈ ഏറ്റുമുട്ടലിനുള്ള ഒരു പ്രത്യേക നേരത്തെ ഇല്ലാത്ത ഒരു സാധനം ഇപ്പം ഏറ്റുമുട്ടാനുണ്ടായി, ഈ നവമാധ്യമം. ആ നവമാധ്യമം ഉപയോഗിച്ചിട്ട് എന്താ വെച്ചാൽ ഇത് ഓരോ ആൾക്കാരുടെ ചില സൂക്കേട് എന്ന് പറഞ്ഞാൽ ഈ പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു സൂക്കേടാണ്. ആ സൂക്കേടാണ് സംഭവിച്ചത്. അത് സിവിൽ സർവീസിന് മൊത്തത്തിലുള്ളൊരു പ്രശ്നമായിട്ട് പറയാൻ പാടില്ല. തിരിച്ചു വരാം. ശ്രീ കൊമ്പിലാത്ത്, ഇദ്ദേഹം പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചല്ലോ. ഈ ഉദ്യോഗസ്ഥർ മറ്റേ ഡൽഹിയിൽ കിട്ടാൻ എയിം ചെയ്തുകൊണ്ട് ഇയാൾ ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, വർഗീയമായി ഉദ്യോഗസ്ഥരെ ചേരി തിരിവുണ്ടാക്കുക, വളരെ ഗൗരവമുള്ള, കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു പണിയാണ് ഇയാൾ എടുത്തിരിക്കുന്നത്. വെറും സസ്പെൻഷനിലാണോ നിൽക്കേണ്ട ഒരു കേസാണോ ഇത്? ശരിക്കും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ട കേസല്ലേ ഇത്? എവിടെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? എന്താണ് അതിന്റെ ലക്ഷ്യം? ഇവരെല്ലാവരും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇവരെ എല്ലാം എന്ത് നടപടി ഉണ്ടായാലും ഇവരെ ഈ സർക്കാരിൻ്റെ സമയത്ത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ കരുണാകരൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കില്ല. കടുത്ത നടപടി ഉണ്ടാവും എന്നാണ് ആ കാര്യത്തിൽ. ഈ IAS ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം മാത്രമല്ല, IPS ഉദ്യോഗസ്ഥന്മാർ പോലീസിൽ വന്നാൽ എന്ത് ഗുരുതരമായ ആരോപണമാണ് അജിത് കുമാറിന്. സാദിസ് കറിയെന്ന് പണം 1 കോടി രൂപ വാങ്ങിക്കാൻ ശ്രമിച്ചു, വലിയ ഏറ്റവും ഒരു സർക്കാർ ജീവനക്കാരുടെ പറ്റാത്ത രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ വീടെടുത്തു, സ്വർണം കടത്ത് കേസ്, പിന്നെ വലിയ അഴിമതി കേസ്, ഇതൊക്കെ നേതൃത്വം നൽകി P. ശശി അല്ല മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് ചേർന്ന് P. ശശിയുമായി ചേർന്നുള്ള ഇടപാടുകൾ നടന്നു. ഇതൊക്കെ വലിയ പരാതിയായിട്ട് വന്നിട്ടുണ്ട്. ഈ പരാതിക്കെതിരെ ഒന്നൊരു നടപടി, പരാതിക്കെതിരെ ഇപ്പം കോട്ടയം SP-ക്കെതിരെ ഈ പ്രശ്നത്തിന് നടപടി ഉണ്ടായപ്പോഴും അജിത് കുമാറിൻ്റെ നടപടി ഉണ്ടായി. അവസാനം ഒരു രക്ഷയില്ലാത്ത മാധ്യമങ്ങളൊക്കെ വന്നപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം. ഈ വിജിലൻസ് അന്വേഷണം നടത്തുന്ന തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസിനാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് സംബന്ധിച്ച മറ്റൊരു വാർത്ത ശരിയോ തെറ്റോ എന്ന് അറിയില്ല. ഈ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസ് കൈകാര്യം ചെയ്ത് ചിലപ്പോൾ അജിത് കുമാറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അജിത് കുമാറിനെ അങ്ങനെ ഒരു മുഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന കഷ്ടപ്പെടുന്നൊരു നടപടി ഉണ്ടാവില്ല. കണ്ണിൽ പൊടിയിടുന്നൊരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇപ്പം നേരത്തെ എൻ്റെ സുഹൃത്ത് ബാലകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ 1 2 അല്ലെങ്കിൽ കുറച്ചോ 2 3 IAS-കാരുടെ ചെയ്തികൾ മൊത്തമായി അങ്ങനെയാണ്. ഒരാളുടെ ചെയ്തി മതി. IAS ബ്രിട്ടീഷുകാരുടെ കാലത്തും ഈ IAS അല്ലെങ്കിൽ സിവിൽ സർവീസ് പറഞ്ഞാൽ വളരെ ഉന്നതമായ സ്ഥാനമായിരുന്നവർക്ക്. അതിനുശേഷം ഏറെക്കാലം പിന്നീട് ഇന്ത്യയിലെ പല സ്ഥലത്തും IAS ദുഷിപ്പുണ്ടായിട്ടുണ്ട്. അതിന് കാരണം ബീഹാറിലൊക്കെ നടക്കുന്ന കാരണം ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടുള്ള സംഭവമാണ്. ബീഹാറിലൊക്കെ അന്ന് നടന്നത്. കാരണം ഇത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്ന നടപടിയില്ലാത്ത വലിയാത്ത പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണ്, നടപടി എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ അവസ്ഥ വരുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമ്മളെ 1 വർഷമായി ഒരാൾ ലീവ് എടുത്ത് സർവീസിലുണ്ടോ ഇല്ലയോ എന്നറിയാത്ത ഒരാളുണ്ട്. നമ്മളെ രാജു നാരായണ സ്വാമി. രാജു നാരായണ സ്വാമി ഇന്ത്യയിലെ ഏറ്റവും
നമ്പർ 1 പ്രഗത്ഭരായ ടോപ്പർ, yes. ബിടെക്കിന് ടോപ്പർ, SLCക്ക് ടോപ്പർ, +2 ടോപ്പർ, ഇതെല്ലാം എല്ലാ കോമ്പറ്റീഷൻ മുഖത്ത് ഇയാൾ ടോപ്പർ നമ്പർ 1 ആണ്. ഇയാൾ ഒരു വർഷമായി ഇയാളെ പുറത്താണോ അകത്താണോ ഒരു നടപടി നടപടി ഇയാളിവിടെ ജോയിൻ ചെയ്തിട്ടില്ല, ഇയാൾ ഒന്നും അറിയില്ല. അപ്പൊ അത്ര അവസ്ഥയൊക്കെ ഈ കെട്ടഴിഞ്ഞ് കിടക്കുകയാണ് ശരിക്കും. എങ്ങനെയാണ് കാണുന്നത് ഇതിനകത്ത്? ഈ പറഞ്ഞല്ലോ, മതപരമായിട്ട് ഈ മനുഷ്യരെ മുഴുവൻ, ഉദ്യോഗസ്ഥരെ മുഴുവൻ ഒരു ചട്ടക്കൂടുകളിലാക്കി കേന്ദ്രത്തിന്റെ പ്രീതി പിടിച്ചുപറ്റി ഉന്നത ഡെപ്യൂട്ടേഷനിൽ പോകാനുള്ള ഒരു നീക്കമാണ് അദ്ദേഹം നടത്തിയെന്ന ഗൗരവമേറിയൊരു വിഷയം വരികയാണ്. അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പിന്നെ IAS-കാരും IPS-കാരൊക്കെ കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്നെ ഉദ്യോഗസ്ഥന്മാരാണ് IAS-കാരും IPS-കാരും. ഡെപ്യൂട്ടേഷൻ കിട്ടണമെങ്കിൽ പ്രീതിപ്പെടുന്ന കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന്റെ അവരുടെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ ഒരു ഹിന്ദു, ഇങ്ങനെ ഒരു ആയിരക്കണക്കിന് ആളുകളൊക്കെ ഹിന്ദു 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 പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പിന്നെ നരേന്ദ്രമോദി അവരൊക്കെ കേന്ദ്രത്തിലേക്ക് അവരോധിക്കും എന്നുള്ളത് അതൊരു മൂലവിശ്വാസമാണ്. മുസ്ലിം വന്ന നടപടി ഉണ്ടാവില്ല എന്ന് പറയാൻ അത് ഇത് തന്നെ ഈ പ്രശ്നം കേരളത്തിലായതുകൊണ്ട് കേരളത്തിലായതുകൊണ്ടാണ് ഈ പ്രശ്നം. IAS ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ ഇപ്പം മുഖ്യമന്ത്രിയെ സസ്പെൻഡ് ചെയ്തത് അങ്ങനെ കേന്ദ്രത്തിൽ നിന്നല്ലല്ലോ പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംരക്ഷണം ഇവിടെ കിട്ടുമെന്നുള്ള അവർക്കുണ്ടാവാറുണ്ടല്ലോ. കാരണം ഇപ്പോഴത്തെ കേരളത്തിന്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഈ പറഞ്ഞ പിന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് പിന്നെ ആവശ്യത്തിലധികമുള്ള സംരക്ഷണം ഇടതു മുന്നണിയും വലതു മുന്നണിയും രണ്ട് മുന്നണികളും കൊടുത്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിം വിഭാഗത്തെയാണ് സംരക്ഷണം കൊടുക്കുന്നത് പറഞ്ഞാല് ഒരുപാടുണ്ട്. ഈ അങ്ങനെ പറഞ്ഞാൽ ഏറ്റവും ഒടുവിലായിട്ട് ഈ വഖഫിന്റെ പ്രശ്നം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. മുനമ്പം, അതുപോലെ വയനാട്, അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിം സ്ഥാപനങ്ങൾക്ക് വരെ മുസ്ലിങ്ങൾക്ക് വരെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. വഖഫിന്റെ വയനാടൊക്കെ കിട്ടിയിരിക്കുന്നത് കംപ്ലീറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റി. അതെ, അതാ പറഞ്ഞത്. അനധികൃതമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഒരു കാര്യത്തിൽ ഇപ്പോ പിന്നെ 10-50 കൊല്ലം പിന്നെ കൈകാര്യം ചെയ്യുന്ന സ്വത്ത് ഞങ്ങളതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയ്യേറിയത് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ അതിൽ നടപടി വേണ്ടതെന്നാണോ? നടപടി വേണ്ടെന്നല്ല. അവർ അക്കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഒരു ഭരണ സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇവരൊക്കെ എവിടെയാ ഉറങ്ങാൻ പോയതാണോ? അക്കാലത്ത് ഇങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടാകുന്ന സമയത്ത് അത് നടപടി എടുക്കാതെ ഇപ്പൊ ഈ സമയത്ത് മാത്രം ഇങ്ങനെ ഒരു കേന്ദ്രത്തിലൊരു ബില്ല് വരും എന്നുള്ള കാഴ്ചപ്പാടിൽ ഇങ്ങനെ ഒരു പുതിയ കുറെ പിന്നെ കയ്യേറ്റങ്ങൾ ഉണ്ടാവുന്നത് ആശാസ്യമാണോ? അതാണ് ഒരു പ്രീണനം താങ്കൾ കാണുന്നത്? അല്ല, അങ്ങനെ പല പ്രീണനങ്ങളും ഞാൻ പറയാം. ഇപ്പോ പിന്നെ ഗോപാലകൃഷ്ണൻ ചെയ്തതിനെ താങ്കൾ ഗോപാലകൃഷ്ണൻ ചെയ്തത് പിന്നെ ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത് ശരിയാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അത് പിന്നെ പ്രീണനത്തിന് വേണ്ടിയിട്ടായാലും അല്ലെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. മതാടിസ്ഥാനത്തിൽ സംഘടിക്കുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? തെറ്റാണ് കാര്യം, സംശയമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ഭരണതലത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള IAS IPS ഉദ്യോഗസ്ഥന്മാരെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. അപ്പോൾ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ അന്തർധാര ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ ശ്രീലേഖ IPS-ന്റേതായിട്ടുള്ള ഒരു പ്രസ്താവന വന്നു. അതെനിക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റുമോ? അല്ല, പ്ലേ ഉണ്ട്, പറഞ്ഞാൽ മതി. അവര് പറഞ്ഞത് പിന്നെ നമ്മുടെ പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളുണ്ട്. പിന്നെ ഒരു RSS പ്രവർത്തകന്റെ വീടിയൊക്കെ തീപിടിച്ച സമയത്ത് അവിടെ പിന്നെ CPM-കാർക്കെതിരെ കേസെടുക്കാൻ പോയപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു അത് CPM-കാർക്കെതിരെ അല്ല, അത് പിന്നെ ഷോർട്ട് സർക്യൂട്ടായിട്ട് ആണ് ആ വീടിന് തീപിടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് കേസെടുക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് ശ്രീലേഖ IPS സോഷ്യൽ മീഡിയയിൽ പിന്നെ പോസ്റ്റ് ചെയ്ത ഈ അടുത്ത ദിവസമാണ് എന്റെ കയ്യിലുണ്ടത്. കണ്ടത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളൊക്കെ വാദത്തിന് വേണ്ടി പറയാ ശ്രീലേഖ IPS സർവീസിൽ നിന്ന് പിരിഞ്ഞപ്പോ BJP ആയി. അപ്പൊ അതിന്റെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള IPS IAS ഉദ്യോഗസ്ഥന്മാര് BJP ആയിട്ട് ബന്ധപ്പെട്ട് അത് കേന്ദ്രത്തിലുണ്ട്, മന്ത്രിമാരായിട്ടുള്ള. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ വരുന്നത്? അവർക്ക് ചിലപ്പോൾ താല്പര്യങ്ങൾ ഉണ്ടാവാം, ഞാൻ പറയുന്നില്ല. ശ്രീ കെ ബാലകൃഷ്ണൻ, ഇദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ടല്ലോ, കുത്തഴിഞ്ഞ ഒരു സംവിധാനം. അല്ലെങ്കിൽ പിണറായി വിജയനെ പോലുള്ള ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അജിത്ത് എന്ന ഈ IPS-കാരനെ ഇങ്ങനെ സംരക്ഷിക്കും. എന്തെല്ലാം ആരോപണങ്ങളാണ് വന്നത്. അതിൽ പലതും പച്ച പോലെ യാഥാർത്ഥ്യങ്ങളാണ്. ഒരു SP മാത്രം ബലിയാടാക്കുന്നു, ADGP ഇപ്പോഴും സംരക്ഷിക്കുന്നു.
അതിൽ ഞാനിപ്പോൾ മറ്റേ ഓരോ കാര്യത്തിൽ നിങ്ങൾ പറയുന്നതിന് രാഷ്ട്രീയ മറുപടിയാണ് ഉദ്ദേശിക്കുന്നില്ല. അല്ല, രാഷ്ട്രീയ നമ്മുടെ ഡിസ്കഷൻ താങ്കൾ കേരളത്തിന്റെ ഒരു ഡിസ്കഷൻ കാലത്താണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു വാചകത്തിന് ഒറ്റ വാചകത്തിന് നിങ്ങൾ ഇടപെട്ടപ്പോൾ താങ്കൾക്ക് പറയാം. അപ്പോൾ അതായത് ഇവിടെ ഇപ്പോൾ ശ്രീലേഖ IPS പറ്റി പറഞ്ഞു. ശ്രീലേഖ IPS ജയിൽ DGP ആയിരുന്ന ആളാണ്. അവർ നേരത്തെ കേന്ദ്ര സർവീസ് പ്രവർത്തിച്ചവരാണ്. അവർക്ക് എന്തെങ്കിലും അവരെ വാക്കുകൾക്ക് അടിസ്ഥാനമുണ്ട്. കാരണം അവർ വളരെ തീരെ ആ തസ്തികയ്ക്ക് തിരിക്കാൻ പറ്റാത്തൊരു സ്ത്രീയാണെന്ന് അവരൊന്ന് ഇപ്പോൾ ഈ പ്രസ്ഥാനോട് തെളിയിച്ചു. ആ സമയത്ത് ആ തസ്തിക അവർ ചെയ്യേണ്ടതാണ്. അവരൊരു നിരുത്തരവാദമുള്ള സ്ത്രീയാന്നുള്ള ഒരു ഇതാണെന്നുള്ള യാതൊരു സംശയവും ഇല്ല. അവർ അങ്ങനത്തെ ആ കാര്യം പറയണതല്ല. ഇപ്പൊ മാത്രമല്ല, അവരിപ്പോ മാത്രമല്ല, നിങ്ങൾക്കാർക്കും ഓർമ്മിട്ടാൻ സാധ്യമില്ല. അവർ കേന്ദ്ര സർവീസ് പ്രവർത്തിക്കുന്ന സമയത്ത് നായനാർ മുഖ്യമന്ത്രിയായ സമയത്ത് 96 നായനാർ മുഖ്യമന്ത്രിയായ സമയത്ത് അല്ല ഒരു 87 മുഖ്യമന്ത്രിയായ സമയത്ത് അവരൊരു വളരെ നിരുത്തരവാദപര കാര്യം പറഞ്ഞ് ഭയങ്കരമായ തർക്കം പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിഷയം പൂർണ്ണമായി ഞാൻ ഓർമ്മിക്കുന്നില്ല. അതുകൊണ്ട് അപ്പോൾ അത് ഞാൻ ആ വിഷയം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് സംഭവമല്ല. ഇവിടെ നിങ്ങൾ പറഞ്ഞപ്പോൾ MR അജിത് കുമാറിൻ്റെ കാര്യം പറഞ്ഞു. MR അജിത് കുമാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ തെറ്റായിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ സംശയമില്ല. അദ്ദേഹം RSSൻ്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം 2 തവണ ചർച്ച നടത്തി. അത് അല്ല കുഴപ്പമുണ്ടോ വെച്ചാൽ അത് കുഴപ്പമുണ്ട്. കാരണം അദ്ദേഹം ഈ കുഴപ്പമുണ്ട് എന്നുള്ളതാണല്ലോ തെളിഞ്ഞിട്ടുള്ളത്. അത് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആളെ കാണുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എന്തിനു വേണ്ടി കാണുന്നു? ഒരു ജയകുമാർ എന്ന് പറയുന്ന ഒരു ആളെ ഒരു ഇടനിലക്കാരനെ വെച്ചിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഈ ഗവൺമെൻറ് ശരിക്കും ശക്തമായിട്ട് നടപടി അദ്ദേഹത്തിന് വലിയ എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പൂരത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കലക്കിയോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അന്വേഷിച്ച് മാത്രമേ പറയാൻ പറ്റൂ. പൂരം കലക്കി എന്ന് പറഞ്ഞാൽ പൂരത്തിൻ്റെ അകത്ത് അദ്ദേഹം ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തില്ല. കാരണം അദ്ദേഹം അവിടെ പോകേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ചുമതല ഉണ്ടായിരുന്നു. ആ ചുമതല അദ്ദേഹം പിന്നീട് ഫോൺ ഓഫ് ആ സമയത്ത് അദ്ദേഹം ഉണ്ടായില്ല എന്നുള്ള 2 കാര്യം ആരോപണമുണ്ട്. അതിപ്പോൾ ത്രിതല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിന് അത് മാത്രമേ പറയാം. നമുക്കിപ്പോൾ ഈ കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനം നമുക്കാകെ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കാര്യം. പിന്നെ അതുപോലെ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന കുത്തഴിഞ്ഞ എന്ന് പറയുന്ന സംഭവത്തിൽ കുത്തഴിഞ്ഞ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഈ 2 സംഭവങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഈ അജിത് കുമാറിന്റെ സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ആകെ അല്ല. അപ്പോൾ ആ സംഭവം അല്ല ജയതിലകിന്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ ജയതിലക് എന്താ ചെയ്ത് ജയതിലക് ഇദ്ദേഹത്തിന് പറ്റി നോട്ടീസ് കൊടുത്തതല്ലേ ഉള്ളൂ. അതെ, അതിപ്പോൾ ഒരാൾ കാര്യത്തെ പറ്റി പറയുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാനൊരു ബ്യൂറോ ചീഫായി പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഒരു ലേഖകൻ എനിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കും. ആ പത്രക്കാരോ എവിടെയെങ്കിലും ഒരു ADGP സ്വന്തമായിട്ട് DGPക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സൂപ്പർ DGP ആയി മാറുമോ? അതെ, ഞാൻ പറഞ്ഞു അത് ശരിക്കും ആഭ്യന്തര വകുപ്പിന്റെ അകത്ത് ഈ പറഞ്ഞ MR അജിത് കുമാർ ചെയ്ത ചെയ്തികൾ തെറ്റാണ് എന്ന് സർക്കാരിന് വളരെ വൈകിട്ടാണെങ്കിലും ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ മാറ്റിയത്. ആഭ്യന്തര വകുപ്പിൽ പോലും ഇങ്ങനെ ഒരു സൂപ്പർ DGP ഉണ്ടായിട്ട് അറിയാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൽ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വാസ്തവത്തിൽ വലിയ രീതിയിലുള്ള പെശക് സംഭവിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടി അദ്ദേഹത്തെ മാറ്റുന്നതിനുള്ള നടപടി വൈകിപ്പോയിട്ടുണ്ടെന്നുള്ള സംശയം. തിരിച്ചു വരാം. ശ്രീ ദിനകരൻ കൊമ്പിലാത്തെ ഇദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കേണ്ട ഒരു വകുപ്പ്. മറ്റു വകുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നാടിൻ്റെ ഒരു സ്പന്ദനം അറിയുന്ന വകുപ്പാണ്. ആ വകുപ്പിലാണ് ശ്രീ ഗോപാലകൃഷ്ണൻ തന്നെ പറയുന്നു സംഭവിച്ചിരിക്കുന്നു. അജിത് കുമാർ എന്നൊരു സൂപ്പർ DGP ഉണ്ടാകുന്നു ഒരു ആഭ്യന്തരമന്ത്രിക്ക്. സൂപ്പർ DGP ഉണ്ടായിട്ടല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചെയ്തികളെ കുറിച്ച് സർക്കാർ വേണ്ട രീതിയിൽ അദ്ദേഹം നടപടി എടുക്കാൻ വേണ്ടി അദ്ദേഹം മാറ്റുന്നതിന് കുറച്ച് താമസം. അങ്ങനെ സംഭവിക്കുമ്പോൾ ആരാണ് ഈ അജിത് കുമാർ? ഇത്ര ചങ്കൂറ്റം അയാൾക്ക് എവിടുന്ന് കിട്ടും? അല്ല, അജിത് കുമാറിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരാതി വിവാദമാകുന്നത് അദ്ദേഹം BJP ചർച്ച നടത്തിയതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു പോലീസുകാരൻ നമുക്ക് വ്യക്തമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു IPS ഉദ്യോഗസ്ഥൻ ഇത്തരം ചർച്ചകൾക്കോ അല്ലെങ്കിൽ ഇത്തരം നേതാക്കന്മാർ കാണേണ്ട യാതൊരു ആവശ്യമില്ല. അല്ല, പേഴ്സണലായിട്ടോ സൗഹൃദമായിട്ടോ കാണാം. പക്ഷേ ഇപ്പോൾ ഉദാഹരണം പറയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് ദിവസമാണ് VP ജയരാജൻ നമ്മുടെ BJP നേതാവായിട്ട് ജവാഹർലായിട്ട് കണക്ഷൻ അല്ലെങ്കിൽ സംസാരിച്ചു പറഞ്ഞ വലിയ വിവാദം. അത് വിവാദം അതേ അജിത് കുമാർ തന്നെയാണ് ഈ നമ്മളെ പൂരം കലക്കിയുള്ള പരാതി വരും. പൂരം കലക്കി വെച്ചപ്പോൾ തിരുത്തുണ്ട്. EP ജയരാജൻ 1.5 കൊല്ലം മുമ്പ് ജാവദേക്കർ അദ്ദേഹത്തെ കണ്ടു എന്നുള്ള കാര്യം, EP ജയരാജൻ കണ്ടു എന്നുള്ള കാര്യം
ഇലക്ഷനായ ദിവസം സമ്മതിച്ചു. അല്ല, ഇലക്ഷനായ ദിവസം ശോഭാ സുരേന്ദ്രൻ അത് ഇങ്ങനെ 1.5 കൊല്ലം മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടായത് ശോഭാ സുരേന്ദ്രൻ പറയുകയും അത് ഇത് സംബന്ധിച്ചു സാധാരണ സംഭവമാണ്. അത് ആ സംഭവത്തിനകത്ത് വാസ്തവത്തിൽ ഒരു എന്തെങ്കിലും ഒരു രണ്ട് അതൊന്നും അങ്ങനെ സാധാരണ സംഭവമായിട്ട് തള്ളിക്കളയാവുന്ന കാര്യമൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് എന്താണ് തള്ളിക്കളയാവുന്ന കാര്യമൊന്നുമല്ല. കാരണം ഇപ്പൊ ഈ പിന്നെ ഇവർക്കൊക്കെ എതിരായിട്ട് ഈ IAS ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കാമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു പൊളിറ്റിക്കൽ നടപടി ഇ.പി. ജയരാജനെതിരായിട്ട് വേണ്ടേ? ഉണ്ടാവേണ്ടതല്ലേ? കൺവീനർ സ്ഥാനത്ത് മാറി ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കേന്ദ്ര കമ്മിറ്റി അല്ല, കാണാൻ പാടില്ല എന്നല്ല, കണ്ടല്ല കുഴപ്പം. ഇപ്പോ ഈ പറഞ്ഞ കാഴ്ചപ്പാടില്ല ഞാൻ പറഞ്ഞത്. അതുപോലല്ല ജാവദേക്കർ ഞാൻ അങ്ങനെയാണെങ്കിൽ അജിത് കുമാർ ഇ.പി. ജയരാജ് പിന്നെ ജാവദേക്കർ കേരളത്തിലെ ഇത് കഴിഞ്ഞ് പറഞ്ഞു. ജാവദേക്കർ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ കണ്ടിട്ട് ഇ.പി. ജയരാജ് കണ്ടു. ഇ.പി. ജയരാജ് കണ്ടു എന്നുള്ളത് ആ ഇലക്ഷനായ ദിവസം ഒരു പ്രത്യേക അജണ്ടയോട് കൂടിയിട്ട് ആ കാര്യം പത്രങ്ങളിൽ വലിയ സംഭവമായി മാറി സംഭവം പോട്ടെ. അപ്പോൾ അത് അജിത് കുമാറിനെ സംബന്ധിച്ച കാര്യം, അജിത് കുമാർ അങ്ങോട്ട് പോയി 2 തവണ കണ്ടു എന്നുള്ളത് അയാൾ ആദ്യം തന്നെ പറഞ്ഞില്ല, സർക്കാരിനോട് പറഞ്ഞു. കാരണം ഇന്ത്യൻ പറഞ്ഞത് പക്ഷേ അതും രണ്ടും വ്യത്യാസമുണ്ട്. കാരണം മറ്റേത് ഇപ്പോൾ ഏതാമർ ഏകബാലകൃഷ്ണൻ കാണുന്നു എന്ന രീതി മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ദിവസം അത് കോൺട്രവേഴ്സിയായി. ഞാൻ പറഞ്ഞത് ഇങ്ങനെ കണ്ട അജിത് കുമാർ പിന്നീട് അദ്ദേഹത്തുള്ള ആരോപണം വരുന്നത് പൂരക്കലക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. പൂരക്കലക്ക് സംബന്ധിച്ച് ഫോൺ ഓഫ് ചെയ്ത് ഇയാളില്ല. അപ്പം അതിനൊരു വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഈ രണ്ടിനും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഏതോ ഒന്നിനെ സപ്പോർട്ട് ചെയ്ത രാഷ്ട്രീയമുണ്ട്. അത് BJP സപ്പോർട്ട് ചെയ്യണോ അല്ല എന്തോ രാഷ്ട്രീയമുണ്ട്. ആര് സപ്പോർട്ട് ചെയ്യുന്നു? ഈ സർക്കാരാണോ? സർക്കാരിന് താല്പര്യമുണ്ടോ? മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണം. അതാണ് വിവാദമാകാൻ കാരണം. ഇലക്ഷൻ സമയത്തല്ല BJP സപ്പോർട്ട് ചെയ്ത് BJPയും CPM തമ്മിലുള്ള എന്തെങ്കിലും ഇടപാടുണ്ടോ അല്ലെങ്കിൽ രഹസ്യമായ ബാന്ധവുണ്ടോ എന്നുള്ളതാണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അത് സംശയിക്കുന്ന സംഭവമുണ്ട് ഈ പൂരക്കലക്കൽ. അതാണ് ഒന്ന്. രണ്ടാമത് നേരത്തെ പ്രവാസി ചോദിച്ചാൽ ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ തികഞ്ഞ പരാജയമാണ്. ഇത് പരാജയം ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ തിരിച്ച് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസെക്കുറിച്ച് ചോദിക്കാം. ഇയാൾ ഇവിടെ അഴിമതി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ കടികാര്യസ്ഥ ഉണ്ടാകുമ്പോൾ ആ കടികാര്യസ്ഥയെക്കുറിച്ച് ചോദ്യം ചെയ്യാനാവാത്ത വിധം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തകർന്നിരിക്കുകയാണ്. തികച്ചും എന്താ വെച്ചാൽ ഏത് രംഗം എടുത്തു നോക്കിയാലും ഇപ്പോൾ സ്വർണ്ണക്കടത്തിൻ്റെ കേസാക്കി കഴിഞ്ഞാലും മറ്റാരോപണം സാമ്പത്തിക ആരോപണങ്ങളിലും ഇതൊക്കെ മുഖ്യമന്ത്രി ഓഫീസ് പ്രതിസ്ഥാനത്താണ്. PCC പ്രതിസ്ഥാനത്താണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്തരം ഒരു അവസ്ഥ അല്ല നിങ്ങൾ ഈ ഒരാളെ പറ്റി നമ്മൾ ആരോപണം ഒരിക്കലും വ്യക്തിപര ആരോപണം ഉന്നയിച്ചാൽ ഈ ആരോപണം ഉന്നയിച്ചത് ഞാനല്ല. ഈ ആരോപണം ഉന്നയിക്കുന്നത് ദീർഘകാലം CPM ജയിപ്പിച്ച അൻവറാണ്. അൻവർ കേസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ അൻവർ ജയിപ്പിച്ച അൻവറാണ് പല പ്രാവശ്യം ആരോപണം ഉന്നയിച്ചത്. അന്ന് CPM ജയിപ്പിച്ചു വിട്ട ആളല്ലേ. നമ്മളെ വിഷയം ഇപ്പോഴും മോശമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്ര ആരോപണങ്ങളുണ്ട്. അത് അൻവർ പറഞ്ഞിട്ടുണ്ട്. അൻവർ എന്ന് പറഞ്ഞാല് അൻവർ പറഞ്ഞത് മറ്റേ 150 കോടി രൂപ BD സതീശൻ BJP-കാർ വാങ്ങിയെന്ന് പറഞ്ഞില്ലല്ലോ. അല്ലല്ല അൻവർ BD സതീശൻ 150 കോടി വാങ്ങി കേസ് കൊടുത്തിരിക്കുക. ക്രിമിനൽ കേസാണ്. ആരോപണം അൻവറാണ് ഉന്നയിച്ചത്. അതെ, ആ അൻവർ BD സതീശൻ 150 കോടി വാങ്ങി തൊട്ട് വരാൻ ഹൈക്കോടതി കേസ് കൊടുത്തു. അയാളുടെ വിശ്വാസ്യത തീരുമാനിക്കേണ്ടത് നമ്മുടെ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ അയാളെ വിശ്വസിക്കാൻ പറ്റുമോ? താങ്കൾ ഒരു സീനിയർ ജേർണലിസ്റ്റ് ആണല്ലോ. ഈ അൻവർ 150 കോടി BD വാങ്ങി എന്ന് പറയുന്നു. P. ശശി
ദിവ്യക്ക് 15 പെട്രോൾ പമ്പ് കണ്ണൂരിലുണ്ടെന്ന് പറയുന്നു. PP ദിവ്യയുടെ ഹസ്ബൻഡ് അവരുടെ ബിനാമിയാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്ന ഒരാള്, ഇതിനൊന്നും കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല. അങ്ങനെ ഒരാളെ അല്ല, ഈ ആരോപണമൊന്നും ആരും ഞാൻ ഉന്നയിച്ചിട്ടില്ല, അങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അല്ല, ഞാൻ ഉന്നയിച്ച ആരോപണം ഇത്രയേ ഉള്ളൂ. അൻവർ മുഖ്യമന്ത്രിക്കെതിരെയുള്ള അതല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് CPM അല്ലെങ്കിൽ സ്വതന്ത്രനായിരുന്ന അൻവർ ഉന്നയിച്ച ആരോപണവും അത് വിവാദ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയില്ലെന്ന് പറയില്ല. അൻവർ ഉന്നയിച്ച ആരോപണം, അൻവറാണ് ആരോപണം ഉന്നയിച്ചത്. പിന്നെ മാത്രമേ ADGPക്കെതിരെ ഉന്നയിച്ച മുഴുവൻ ആരോപണം തെളിയിച്ചത് അൻവറാണ് ഉന്നയിച്ചത്. CPMന്റെ അൻവറാണ് ഉന്നയിച്ചത്. ഇപ്പോഴദ്ദേഹം CPM ഉന്നയിക്കുന്നത്. അപ്പൊ അത്തരം അവസ്ഥ ഉണ്ടാവാനുള്ള കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ക്രമക്കേടുകൾ നിലനിൽക്കെ ആ ഓഫീസിന് ഇത്തരം കീഴിലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ക്രമക്കേടും ചോദ്യം ചെയ്യാൻ മാനസികമായി ശക്തി. ശ്രീ K. ബാലകൃഷ്ണൻ, ഒരു ചോദ്യം. താങ്കൾ മലയാറ്റൂരിൽ നിന്നാണ് തുടങ്ങിയത്. മലയാറ്റൂർ CP നായർ, പിന്നെ താങ്കൾ പറയുന്ന ജയകുമാർ, വേണു എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാറ്റൂരിൽ നിന്ന് വേണുവിൽ വന്ന് കേൾക്കാം. ഇപ്പം റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറി പോസ്റ്റിൽ നിന്ന് വേണുവിൽ വന്ന് കേൾക്കാം. അസാധ്യമായ വായനയും ആഴത്തിലുള്ള അറിവും ദീർഘദൃഷ്ടിയുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. താങ്കളും 5 വർഷം അവിടെ ഇരുന്ന് ഇവരൊക്കെയായിട്ട് കണ്ടു. ആ ഒരു റേഞ്ചിൽ നിന്ന് പ്രശാന്തിലേക്കും ഗോപാലകൃഷ്ണനിലേക്കും സിവിൽ സർവീസ് എത്തിയിരിക്കുന്നു. എന്തുകൊണ്ട്, എങ്ങനെ? അത് ഒരു കാര്യം പറയും. ഇപ്പോൾ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരിൽ പിന്നെ മലയാറ്റൂരിനെ ഞാൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടേ ഉള്ളൂ. CP നായർ പിന്നെ സംസാരിച്ചിട്ടുണ്ട്. CP നായർ കണ്ടിട്ടുണ്ട്. അല്ല, വേണു കണ്ണൂർ കളക്ടറായിരുന്നു. അതിന് മുമ്പ് വേണുവിന് ഒരു അനുഭവം പറയാം. വേണു വളരെ ഒരു അദ്ദേഹം ടൂറിസം, ഞാനവിടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ടൂറിസം സെക്രട്ടറിയാണ്. ടൂറിസം സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഞാൻ കോടിയേരി മന്ത്രി ആയിട്ടുള്ള സമയത്ത് നമ്മൾ കണ്ണൂർ കേന്ദ്രീകരിച്ചൊരു ടൂറിസം പ്രോജക്റ്റ്, ഒരു പ്രധാനപ്പെട്ട ടൂറിസം പ്രോജക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു പറഞ്ഞൊരു ഞാനൊരു ഇത് കൊടുത്തു. കോടിയേരി ഒരു കാര്യം ഞാൻ വേണു കൊടുക്കും. അപ്പോൾ വേണു അതിന് മുമ്പ് കണ്ണൂർ കളക്ടറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ മുഴപ്പിലിങ്ങാട് സംഭവത്തിൽ കാരണം അദ്ദേഹമാണ് വലിയ കാര്യം ചെയ്തിട്ടുള്ളത്. ഞാനിത് വേണുവിന് കൊടുത്തു. അത് അദ്ദേഹം പിന്നെ സംസാരിച്ചു. അതിന് പേര് കണ്ണൂർ ടൂറിസം പ്രോജക്റ്റ് എന്നുള്ള പേരല്ലെങ്കിൽ തലശ്ശേരി MLA ആയതുകൊണ്ട് പ്രോജക്ട് തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയായിട്ട് ആ പ്രോജക്ട് വളരെ പ്രധാനപ്പെട്ട പ്രോജക്ട് വന്നു. കണ്ണൂർ കേന്ദ്രീകരിച്ചതാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ അത് തലശ്ശേരി ചെയ്തു. പക്ഷെ വളരെ ഇതായിട്ട് അതിൻ്റെ പിന്നെ ഗുണ്ടൻ പവൻ ഉണ്ടായി സംഭവം. ജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്റഗ്രിറ്റി നോക്കുമ്പോൾ ജയകുമാർ കൃഷി വകുപ്പ് സെക്രട്ടറി ആയിരുന്നു. കൃഷി വകുപ്പ് സെക്രട്ടറി ആയ സമയത്ത് അദ്ദേഹം ശബരിമലയിൽ നമ്മൾ ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം ഒരു റിപ്പോർട്ട്, വിശദമായ റിപ്പോർട്ട് നമ്മൾ ഈ കേരളത്തിൽ തീർത്ഥാടന കേന്ദ്രം ശബരിമലയിലും പോകുന്നതിൻ്റെ സംഭവം സംബന്ധിച്ച് അദ്ദേഹമാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് ശബരിമലയിൽ സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയമിച്ചു. ഞാനിപ്പോൾ നമ്മൾ ശബരിമലയിലേക്ക് അദ്ദേഹത്തോടൊന്നിച്ച് പോയതാണ്. അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട അതിൻ്റെ കോർഡിനേറ്ററായി ഞാൻ തന്നെ തുടരാം. ആ ഏറ്റെടുത്ത ചുമതല നിർവഹിക്കുന്ന ഒന്നല്ല കൃഷി വകുപ്പ്. ഇത് അങ്ങനെ വ്യത്യസ്ത അതുപോലെ ഞാൻ ഉദ്യോഗസ്ഥന്മാരെ പറയാം. KM എബ്രഹാം എന്നൊരു അദ്ദേഹം, ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. ഒരു IAS ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ പിന്നെ വന്ന് നമ്മൾ ഒരു മീറ്റിംഗ് ഇരിക്കാം. ഗവൺമെൻറ്റിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർഷികം പ്രചരണം നടത്തുന്നതിന് വേണ്ടി മീറ്റിംഗ്. അദ്ദേഹം പ്രിന്റിംഗ് വകുപ്പിൻ്റെ സെക്രട്ടറി. സാധാരണ പ്രിന്റിംഗ് അല്ല, ആ പ്രിന്റിംഗ് വകുപ്പ് സെക്രട്ടറി വേറെ വകുപ്പുകളുണ്ടാവും. പ്രിന്റിംഗ് വകുപ്പ് സെക്രട്ടറി അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാം കൂടി അവിടെ ഇരുന്ന് വേറെ 2-3 IAS ഉണ്ട്, ഞാനുണ്ട്. ഞാൻ സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ പ്രതിനിധികളുണ്ട്, ഞാനുണ്ട്. നമ്മൾ പറഞ്ഞു എന്താ ആവശ്യം, എന്താ വേണ്ടത്. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു ഇത്ര പോസ്റ്റർ വേണം, ഇത്ര ഇത് വേണം, അങ്ങനെ പറയല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു 3 ഫോണ് വിളിച്ചുകൊണ്ട് ഈ സംഭവങ്ങൾ ചെയ്തിട്ട് 5 മിനിറ്റ് കൊണ്ട് അയാൾ പറഞ്ഞു ഞാൻ വേറെ പോകാൻ പോയി. അപ്പോൾ ഞാൻ അന്നേരത്ത് അത് അത്ഭുതപ്പെട്ടു. ഈ സംഭവം നടന്നു കഴിഞ്ഞു. അതുപോലെ കോഴിക്കോട് കളക്ടറായിരുന്ന ചൗഹാൻ ഒരു IAS ഉദ്യോഗസ്ഥൻ ആ കാലത്ത് തെങ്ങ് കയറാൻ ആളില്ല എന്നുള്ള രീതി നോക്കുമ്പോൾ അദ്ദേഹമാണ് തെങ്ങ് കയറ്റത്തിൽ വലിയ വാർത്തയായ സംഭവം. ഇങ്ങനെ ഉദ്യോഗസ്ഥർ അതുപോലെ പിന്നെ ഒരു കുറേ ഉദ്യോഗസ്ഥർ സുരേഷ് കുമാർ ഏറ്റവും അധികം പീഡനം സുരേഷ് കുമാർ അത് അദ്ദേഹത്തെ ആ സംഭവിച്ച് 90 ബിൽഡിംഗ് പൊളിച്ചു അവിടെ മൂന്നാറിൽ.
90 ബിൽഡിംഗ് വിളിച്ചിട്ട് ഒരു കേസ് പോലും അദ്ദേഹത്തിനെതിരെ വന്നില്ല. ഒരു കേസ് വന്നില്ല. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് രാജു നാരായണ സ്വാമി. അന്ന് ഇടുക്കി കളക്ടറായിരുന്നു. ഇപ്പോൾ രാജു നാരായണ സ്വാമിനെ ഇവിടെ പറ്റി പറഞ്ഞു. അദ്ദേഹം സ്കൂളിൽ പോയില്ല. 8ാം ക്ലാസ് കഴിഞ്ഞ ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം സ്കൂളിൽ പോയില്ല. കാരണം പോകാൻ പാടില്ല. എന്നുവെച്ചാൽ ഇയാൾ പോയാൽ മറ്റു കുട്ടികളുടെ കാര്യം വളരെ അത്ര ബ്രില്യൻ്റ് വെച്ചാൽ അപ്പുറം ഒരാളില്ല. ഞങ്ങളെല്ലാം സ്കൂൾ പഠിക്കുന്ന സമയത്താണ് SSLC റാങ്കൊക്കെ കിട്ടിയത് ഇദ്ദേഹം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹത്തിന് ആ ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾക്ക് ഏത് വകുപ്പിലും പോയാലും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത് പറ്റില്ല. അദ്ദേഹത്തിന്റെ രീതിയിൽ ഒരു കുഴപ്പമുണ്ടാകും. അതാ ഞാൻ പറഞ്ഞത്. ഈ ബുദ്ധിയും ഈ സംഭവങ്ങളും ഇന്റഗ്രിറ്റിയുമായിട്ടും അതുപോലെ മറ്റേ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് വലിയ സെൻസുള്ള കോമൺ സെൻസ് ചിലപ്പോൾ ഉണ്ടാകുന്നില്ല. നമ്മൾ ജീവിച്ചു പോകുന്നതുകൊണ്ടാ നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിയും മറ്റേ കാര്യമില്ല. കോമൺ സെൻസ് ഉണ്ട്. ഇത് ചിലപ്പോൾ വലിയ ബുദ്ധിമാന്മാർക്ക് കോമൺ സെൻസ് ഉണ്ടാവില്ല. അതേ ചോദ്യം തന്നെ താങ്കളോട് ചോദിക്കും. എനിക്ക് ഞാൻ പറയുന്നത് നമ്മൾ കണ്ട ഇപ്പം തുളസിദാസ് IAS അദ്ദേഹം 8 വർഷം ത്രിപുര ചീഫ് സെക്രട്ടറി ആയിരുന്നു. കണ്ണൂർ എയർപോർട്ട് യാഥാർത്ഥ്യമാക്കിയ ഒമാൻ എയർവേസിന്റെ CMD ആയിരുന്നു അദ്ദേഹം. എയർ ഇന്ത്യ എക്സ്പ്രസ് സ്ഥാപിച്ചതാണ്. അതായത് പ്രോഫിറ്റ് ഓടുന്നത്. അങ്ങനെയുള്ള IASകാർ കടന്നു വന്ന ഇരുമ്പൻ ജോസഫിനെ പോലെയുള്ള KJ ജോസഫിനെ പോലുള്ള DGPമാർ, ജേക്കബ് പുന്നൂസ്, ഇങ്ങനെയുള്ള IASകാരും IPSകാരും പോയി കടന്നു പോയെടുത്താണ് വളരെ ഗ്രാഫ് താണ രീതിയിൽ തലപ്പത്തിരിക്കുന്ന IAS IPSകാർ. ഇപ്പം അജിത് കുമാറിന്റെ കാര്യം പറഞ്ഞാൽ അജിത് കുമാർ വെച്ച സ്കഡ് മിസൈലാണ് വിജയം തെളിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ശ്രീജിത്തിന് പണി, എല്ലാവർക്കും പണി കൊടുക്കുക എന്നുള്ള ഒരു നിലക്കേക്ക് മനോജ് എബ്രഹാം സാർ വരെ ഒതുങ്ങിപ്പോയി. ആരുടെ ഈ സൂപ്പർ DGP വന്നപ്പോൾ അങ്ങനെയൊക്കെ കളിക്കാനൊരു മാനസിക നിലവാരത്തിലേക്ക് IASകാരും IPSകാരും ചുരുങ്ങി പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ലാതെ ചോദ്യത്തിൻ്റെ ഉത്തരവുണ്ട്. അപ്പോൾ അതിൽ 89 മുതൽ ആണ് ഇന്ത്യയിൽ ഒരു പുതിയ പ്രതിഭാസം വരുന്നത്. ഈ BJP രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സർക്കാർ ജീവനക്കാരല്ല, പട്ടാളക്കാർ, വിരമിച്ച പട്ടാളക്കാർ, യുദ്ധത്തിൽ വെടിയേറ്റ് മരിച്ച ആൾക്കാരുടെ ബന്ധുക്കൾ, അതിന് വികാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന പ്രവണത. അതേപോലെ ഗവർണറാക്കിക്കൊണ്ട് ഒരുപാട് ന്യായാധിപന്മാർ, ഒരുപാട് റിട്ടയർ ചെയ്ത ആൾക്കാർ, റിട്ടയർ ചെയ്ത ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ഗവർണറാക്കുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ, ഉയർന്ന ആൾക്കാർ അവർ നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന പ്രവണത. അപ്പോൾ ഇത് രാജസ്ഥാനിലൊക്കെ വളരെ വ്യാപകമായിരുന്നു. മറ്റു പാർട്ടികളിലും അതെടുത്തിട്ടുണ്ടാവും പിന്നീട്. അപ്പോൾ ഈ ഒരു പ്രവണത ഉണ്ടാകാൻ കൂടിയിട്ട് രാഷ്ട്രീയത്തിലൂടെ നേട്ടം കൈവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, കാക്കാപിടുത്തമൊക്കെ ഈ IAS ലോബിയിലും IPS ലോബിയിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ശ്രീലേഖ നേരിട്ട് വന്നു, അവർ BJPയിലേക്ക് ചേർന്നു. അങ്ങനെ പല ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെയുള്ള പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ആൾക്കാർ BJPയിലേക്ക് വന്നിട്ട് ചില മറ്റ് പാർട്ടിയിലേക്ക്, ഇപ്പോൾ CPMലേക്ക് വന്ന മന്ത്രിയായ കളക്ടർ കോട്ടയം അൽഫോൺസ് കണ്ണതാർ എന്നിട്ട് അദ്ദേഹം പിന്നെ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പം ആ ഒരു പ്രവണത രാഷ്ട്രീയത്തിലേക്ക് രാജ്യസഭയിൽ നിന്നാണ് മന്ത്രിയായത്. ഇപ്പോൾ അല്ല, ഇപ്പൊ അങ്ങനെ അത്ര സജീവമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു പ്രവണത, ദുഷ്ട ഈ നേരത്തെ ദാമോദരൻ പറഞ്ഞ പോലെ ശേഷനെ പോലുള്ള ആൾക്കാർ വിചാരിച്ച ഒരു മേഖലയാണ്. അപ്പോൾ ഈ പുതിയ ട്രെൻഡ് അങ്ങനെയാണ്. കളക്ടർ പോലും ഒരു നട്ടലില്ലാത്ത പ്രവൃത്തിയാണ് അതൊക്കെ വലിയ വിഷയം, വളരെ ഫ്രെയിമിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കളക്ടറുടെ നിലപാട് അതിന്റെ ഉള്ളറകൾ മുഴുവൻ പുറത്തു വന്നിട്ടില്ല പറയുന്നത് ഇപ്പോഴും. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട്. അധികാരമാണ് ഇവരുടെ അതിനുശേഷം MP ആവുക, MLA ആവുക, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഗവർണറാവുക, ഈ ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നത്. അതിലേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ കളികൾ. മാത്രമല്ല ഇവരുടെ വല്ലാത്ത രീതിയിൽ സർക്കാർ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഭരണം കൈയാളുന്ന ആൾക്കാർ ഈ ഉദ്യോഗസ്ഥന്മാരെ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ തീവ്രമാവുന്നതിന്റെ ലക്ഷണങ്ങളാണ് മുൻകാലഘട്ടത്തിൽ ഇപ്പോൾ കുറച്ചും കൂടി തീവ്രമാണ് ഇവിടെ കാണുന്നത്.
ഞാൻ പറയുന്നത് ദിനകരൻ പറഞ്ഞതിൽ അല്പം വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് എനിക്ക് പറയാൻ ഉള്ളത്. ഒന്ന് ഈ രാഷ്ട്രീയക്കാരല്ലാത്തവർ ഈ പറഞ്ഞ ഗവർണർമാരാകുന്നു, മറ്റുള്ള തരത്തിലേക്കൊക്കെ പോകുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണല്ലോ ദിനകരൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ബംഗാൾ ഗവർണർ ബംഗാൾ ഗവർണർ മാത്രമല്ലെന്നേ, ഞാൻ ഒരുപാട് കാര്യം നമ്മുടെ ഇയാൾ കേന്ദ്ര വിദേശകാര്യമന്ത്രി, അദ്ദേഹം BJPയുടെ മറ്റേ ജനസംഘത്തിന്റെ ഒരു പ്രവർത്തകനായിരുന്നില്ല. അദ്ദേഹം മോഡിയുടെ പരിഗണനയിൽ വന്ന നല്ലൊരു IFS ഉദ്യോഗസ്ഥനായിരുന്നു അല്ലേ? അദ്ദേഹം ഇപ്പൊ ഏറ്റവും നല്ല വിദേശകാര്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ രണ്ടാമത് അശ്വിനി വൈഷ്ണവ്, നമ്മുടെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, റെയിൽവേ മന്ത്രി, എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് ഈ പൊളിറ്റിക്സ് അദ്ദേഹം IAS ഉദ്യോഗസ്ഥനായിരുന്നു. ആര്? ഈ അശ്വിനി വൈഷ്ണവ് IAS ഉദ്യോഗസ്ഥൻ. അവിടെ നിന്നാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് റെയിൽവേ വകുപ്പ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയമില്ലാത്ത ധാരാളം ആളുകളെ, കഴിവുള്ള ആളുകളെ ഭരണ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് തീർത്തും ആശാസ്യമായ നടപടികൾ തന്നെയാണ്. അതൊന്നും അതും ആരെയും കുറ്റം പറയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ വേറൊരു കാര്യം പറയും. നമ്മുടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നമ്മുടെ RN രവി, കണ്ണൂർ SP ആയിരുന്ന RN രവി രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് അതീതമായിട്ട് ഇവിടുത്തെ കണ്ണൂർ ജില്ലയിലെ സംഘർഷ സമയത്ത് ഈ ജില്ലയെ നയിച്ച IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പിന്നീട് തിരിച്ചുപോയി സർവീസ് റിട്ടയർ ചെയ്തു. ഇപ്പം തമിഴ്നാട് ഗവർണറാണ്. അതെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ IAS-കാരെല്ലാം മോശക്കാരാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. അപ്പൊ ആ നിലക്കുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സമയം തീരുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു കാര്യം ഉറപ്പാണ്, ഈ സിവിൽ സർവീസുകാരോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാരണം അത്ര ലക്ഷറി ആയിട്ടാണ് കേരളം നിങ്ങളെ പോറ്റുന്നത്. നിങ്ങൾക്ക് ബംഗ്ലാവുകൾ, കാറുകൾ, ഗസ്റ്റ് ഹൗസുകൾ, എല്ലാ സൗകര്യങ്ങളിൽ നിന്ന് നിങ്ങളെ പോറ്റുന്നത് ഈ നാടിനെ നയിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ്. നിങ്ങൾക്ക് റിട്ടയർ ചെയ്ത് വിരമിച്ച് കഴിഞ്ഞാൽ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം നിങ്ങൾ കളിക്കരുത്. അത് കേരളത്തോട് ചെയ്യുന്ന അനീതിയാണ്. പ്രബുദ്ധരാണ് കേരളീയർ. നിങ്ങളുടെ വ്യക്തി വിരോധങ്ങളും നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി സിവിൽ സർവീസ് എന്ന മഹത്തായ ഒരു സംവിധാനത്തെ കളങ്കപ്പെടുത്താൻ നിങ്ങൾ തയ്യാറായി. ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ കേരളം കണ്ട മികച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ചിത്രത്തിലൂടെ കടന്നുപോയി. ആ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പ്രൗഢി കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ചെറിയ മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. രാഷ്ട്രീയക്കാർ വന്നും മാറിയും പോയിരിക്കും. പക്ഷേ ഉദ്യോഗസ്ഥർ കേരളത്തിലെ ജനങ്ങളുടെ സ്പന്ദനം അറിയുന്നവരാണ്. അവർ വഴിവിട്ടു പോകരുതെന്ന് ചെറിയൊരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക് നടത്താനുള്ളത്. വിലപ്പെട്ട സമയം നെറയെ കൊണ്ട് ചെലവഴിച്ച 3 പ്രമുഖരായ മാധ്യമപ്രവർത്തകർ നെറയുടെ നന്ദി, നമസ്കാരം. ഒപ്പം പ്രേക്ഷകർക്കും നന്ദി.